ഒരാളുണ്ട് ഈ ഇലക്ഷൻ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച, അല്ലെങ്കിൽ കേരളത്തിനെ വീണ്ടും തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരാളുണ്ട്. അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആരാണെന്ന് മനസ്സിലായല്ലോ. അതെ, ഇപ്പോ എല്ലാ നേതാക്കളും, പ്രതിപക്ഷ നേതാവടക്കം ബാക്കി DCC പ്രസിഡന്റുമാര്, യുവാക്കളിൽ നിന്നുള്ള നേതാക്കൾ എല്ലാവരും തന്നെ മത്സരിക്കാൻ പോയപ്പോ ബാക്കി സംഘടനയെ ആര് നയിക്കും എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമായിരുന്നു KC വേണുഗോപാൽ. പക്ഷെ അതിന്റെ നമ്മൾ ആദ്യം മുതൽ പറഞ്ഞു തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം, വോട്ടെടുപ്പിന് ശേഷം എല്ലാവരും ചോദിച്ചു തുടങ്ങിയ ഒരു ചോദ്യമുണ്ട്, അപ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രി ആരാണെന്ന്. അത് ഇപ്പോൾ മാത്രമല്ല, കുറെ നാളുകൾ, മാസങ്ങൾ മുൻപ് ചോദിച്ചു തുടങ്ങിയ ചോദ്യം തന്നെയാണ്. ഇടത് സോഷ്യൽ ഫണ്ടിൽ നിന്നും CPM നിന്നും ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്ന ഒരു ചോദ്യം കൂടിയാണ്. നിങ്ങൾക്ക് വേണ്ടി മുഖ്യമന്ത്രിയാകാൻ 100 പേരല്ലേ, നിങ്ങൾ മുഖ്യമന്ത്രി എന്ന സ്ഥാനത്ത് വേണ്ടി നിങ്ങൾ തമ്മിലടിക്കുകയല്ലേ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് മുന്നോട്ട് വരുന്നത്. അതിനുള്ള മറുപടി കൂടിയാണ് ഇത് ഇനി ലഭിക്കാൻ പോകുന്നത്. അതെ, ഇപ്പൊ ഈ ചോദ്യം ഉന്നയിക്കുമ്പോൾ തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം തന്നെയായിരുന്നു UDFന്റെ ഏറ്റവും വലിയ എന്താണ് PR വർക്ക് എന്ന് പറയുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം കൊടുത്താൽ തന്നെ ഒരു 1 കോടി രൂപയുടെ PR ചെയ്തതിന് തുല്യമായിരുന്നു. കാരണം 5ഓ 6ഓ മുഖ്യമന്ത്രിയാകാൻ യോഗ്യരായ ആൾക്കാരുണ്ട് എന്ന് പറയുന്നത് ഒരു മുന്നണിക്ക് അതൊരു വലിയ മുതൽക്കൂട്ട് തന്നെയാണ്. തീർച്ചയായിട്ടും. ഇപ്പൊ നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്ന കുറെ നേതാക്കളുണ്ട്, മത്സരിച്ചവരും മത്സരിക്കാത്തവരുമായിട്ടുള്ള കുറേയധികം ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു വന്ന കാര്യം, പ്രതിപക്ഷ നേതാവൊക്കെ രമേശ്, ഇപ്പൊ VD സതീശൻ, രമേശ് ചെന്നിത്തല, നമ്മുടെ മുഹമ്മദ് ഷിയാസ്, അങ്ങനെ പലരും മത്സരിച്ചു, പലരും മത്സര രംഗത്തുണ്ടായിരുന്നു. ഇവർക്ക് വേണ്ടിയെല്ലാം ഓടി നടന്ന നേതാക്കൾ കുറെ പേരുണ്ട്. ഇപ്പൊ ഷാഫി പറമ്പിലൊക്കെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് രാപകലില്ലാതെ അധ്വാനമായിരുന്നു അദ്ദേഹം. യുവാക്കളുടെ ഒരു കോർഡിനേഷൻ അദ്ദേഹം അത് നിർവഹിച്ചു, വളരെ മനോഹരമായിട്ട്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ റോഡ് ഷോ നടത്തി അദ്ദേഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സംഘടനാ കാര്യങ്ങളെല്ലാം നേതൃത്വം വഹിച്ച ആളായിരുന്നു KC വേണുഗോപാൽ എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ എല്ലാ സമയത്തും നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ കൃത്യമാണ്. ഇപ്പോൾ സ്റ്റേജിൽ കയറി തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തുന്ന ഷാഫി പറമ്പിൽ അതൊരു വേറൊരു ജോണറാണെങ്കിൽ, ഇദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ പല കാര്യങ്ങളും കൊണ്ടുപോയിരുന്നു. ഇപ്പോ ചാണക്യതന്ത്രം പോലെ അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോ KC വേണുഗോപാലാണോ ഇനി മുഖ്യമന്ത്രിയാവുക എന്നുള്ള ചോദ്യം ഇടത് സൈബർ ഇടങ്ങൾ പോലും ചോദിച്ചു തുടങ്ങിയിട്ടുള്ളത് ഈ പറഞ്ഞ റെക്കഗ്നിഷൻ തന്നെയാണ്. അദ്ദേഹത്തിന് ഈ പറയുന്ന മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഇപ്പോൾ അദ്ദേഹം AICC ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പോൾ കേന്ദ്രത്തിന്റെ കൃത്യമായ ഇടപെടൽ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ഇത്രയും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഇടപെടൽ തന്നെയാണ്. ഇപ്പോൾ അതുപോലെ തന്നെ ഇത്തവണ ചർച്ചയായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് BJP, CPM, SDPIയുടെ ഒരു ഡീല് കേരളത്തിലുണ്ട് എന്നുള്ളതാണ്. അത് നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തിട്ടുണ്ട്. നേമം, കഴക്കൂട്ടം, പാലക്കാട്, അങ്ങനെ ത്രികോണ പോരാട്ടം നടക്കുമെന്ന് പ്രവചിച്ചിരുന്ന, അല്ലെങ്കിൽ വലിയ സ്റ്റാർ മണ്ഡലങ്ങളിലെല്ലാം ഒരു ഡീല് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് പരോക്ഷമായി അറിയാമായിരുന്നു. ഡീല് കൊണ്ട് മാത്രം ഹൈലൈറ്റ് ആയപ്പെട്ട ഒരുപാട് മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഡീലുകൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നിടത്ത് നിന്ന് KC വേണുഗോപാൽ പറയുകയാണ്, മുഖ്യമന്ത്രി അമിത്ഷായെ നേരിട്ട് പോയി കണ്ടു, വീട്ടിൽ പോയി കണ്ടു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ, നിർമ്മലാ സീതാരാമൻ, നിതിൻ ഗഡ്കരി, അതെ, ഇവരെല്ലാം നേരിട്ട് പോയി വീട്ടിൽ പോയി കാണാനുള്ള ബന്ധം മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചോദ്യം ഉന്നയിക്കാം, കേരളത്തിന്റെ ആവശ്യങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് അറിയിക്കാൻ വേണ്ടി പോയതായിരിക്കാം എന്ന് പറയാം. പക്ഷെ 9 തവണ പോയിട്ടുണ്ട്. പോയപ്പോഴെല്ലാം അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. ഈ പറഞ്ഞ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ള ഓഫീസേഴ്സിനെ നിർമ്മലാ സീതാരാമന് വേണ്ടി മാത്രം ഡൽഹിയിൽ പ്രഭാത ഭക്ഷണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് കഴിച്ചു. അതിന്റെ പിന്നിൽ എന്ത് ഡീലാണ് നടന്നതെന്ന് ആർക്കും അറിയില്ല. അതെ, അപ്പൊ ഇത്തരത്തിൽ ഡീലുകൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം പൊളിച്ചു കൊടുക്കുന്നു, കൃത്യമായിട്ട് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നു. ഇപ്പൊ കേരളത്തിൽ ഒരു വലിയൊരു UDF തരംഗം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ സംശയമില്ല. അത് വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ കൂടിയുണ്ട്. ഞാൻ ഈ ഇലക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് ChatGPT അടിച്ചു നോക്കി, കേരളത്തിൽ 2026 മന്ത്രിസഭ, UDF മന്ത്രിസഭയിൽ ആരായിരിക്കും മുഖ്യമന്ത്രി, ആരായിരിക്കും ആഭ്യന്തരമന്ത്രി, ആരായിരിക്കും റവന്യൂ മിനിസ്റ്റർ, അങ്ങനെ ചുമ്മാ ജസ്റ്റ് ഒരു പ്രൊണൗൺസ് കൊടുത്തു. അതില് മുഖ്യമന്ത്രിയാകാൻ യോഗ്യ എന്ന നിലയിൽ ChatGPT അടിക്കുന്നത് ഉത്തരം KC വേണുഗോപാൽ, ശശി തരൂർ, അതിനുശേഷം ആഭ്യന്തരമന്ത്രിക്ക് VD സതീശൻ, അതുപോലെയാണ് വരുന്നത്. ഇപ്പൊ ആ ഒരു ഡാറ്റാബേസ് എടുത്തു നോക്കിയാലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് നേതൃനിരയുള്ള ഒരു കോൺഗ്രസ് നിന്ന് ആരൊക്കെ ഏതൊക്കെ ഭാഗത്തേക്ക് തെരഞ്ഞെടുക്കാവുന്ന രീതിയിലാണ്. അതെ, ഇപ്പൊ ഇടതുപക്ഷത്തിന് നമ്മൾ ചെക്ക് വെക്കുന്നതും അവിടെ തന്നെയാണ്. നിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ
മറ്റാരുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിരുന്നു. അതിനകത്ത് പറയുന്നൊരു കാര്യമാണ്, UDF ഈ ഇടത് ഹാൻഡിലുകൾ ഇപ്പോൾ കാണിക്കുന്ന ഒരു ഭയമുണ്ട്, ഒരു പിൻവലിവുണ്ട്. അത് ചിലപ്പോൾ കുതിപ്പാകാം. പക്ഷേ ഈ പറഞ്ഞ UDF ഇടങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, ഭരണത്തിൽ വരികയാണ്, നമ്മുടെ ഈ UDF കാറ്റ് വീശുകയാണ്, UDF തരംഗം വീശും, 100-ലധികം സീറ്റുകൾ നേടും, ഭൂരിപക്ഷം നേടും, എന്തായാലും അധികാരത്തിൽ വരും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ. അത് പോയത് ഇടതുപക്ഷം ഉയർത്തിക്കാട്ടിയ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിലാണ്. ഇപ്പോ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞ് ഉയർത്തിക്കാട്ടിയത് പിണറായി വിജയനായിരുന്നു. ഈ 90% അല്ലെങ്കിൽ ഒരു 75% PR വർക്കുകളും നടന്നത് മുഖ്യമന്ത്രി എന്നുള്ളൊരു ലേബലിലായിരുന്നു. മൂന്നാമത് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പിണറായി വിജയൻ അല്ലാതെ വേറെ ആരായിരിക്കും മുഖ്യമന്ത്രി അവർക്ക് പറയാൻ കഴിയും? അല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ ആഷിഖ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില് ഒരു വനിതാ മുഖ്യമന്ത്രി KK ശൈലജ ടീച്ചർ മുഖ്യമന്ത്രിയാകുന്നു, അല്ലെങ്കിൽ മറ്റൊരാൾ മുഖ്യമന്ത്രിയാകുന്നു എന്നുള്ളൊരു വെറുതൊരു PR സ്ട്രാറ്റജി എങ്കിലും ഇവർക്ക് ഇറക്കാമായിരുന്നു. പക്ഷെ അത് ചെയ്തിട്ടില്ല. അപ്പൊ എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്നുള്ളൊരു ലെവലിലേക്ക് കാര്യങ്ങൾ പോയിടത്തു നിന്നാണ് പിണറായി മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവരുടെ PR ലീഡ് ചെയ്തത്. അതെ, പക്ഷെ നമ്മുടെ UDFന്റെ ഇടങ്ങളിൽ നോക്കുകയാണെങ്കിൽ അത് അങ്ങനെ ആയിരുന്നില്ല. എല്ലാവർക്കും കൃത്യമായ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ VD സതീശൻ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുവന്നതിന്റെ ആ ഒരു തന്ത്രങ്ങൾ എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവായി വരുന്ന സമയത്ത് ഇപ്പൊ രമേശ് ചെന്നിത്തലയാണെങ്കിൽ പോലും ഇവരെല്ലാം കൊടുത്തിട്ടുള്ള സംഭാവനകൾ ചെറുതൊന്നുമല്ല. അതുപോലെ തന്നെയാണ് KC വേണുഗോപാലിന്റെ ഇടപെടലുകളും. അദ്ദേഹത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് ചെറുതൊന്നും ആയിരുന്നില്ല. അതെ, ഇപ്പൊ നമ്മുടെ ലേബർ കോഡ് ഇഷ്യൂ, PM ശ്രീ ഇഷ്യൂ, ഈ എന്തിന് ഘടകകക്ഷി പോലും ആയിട്ടുള്ള CPI പോലും അറിയിക്കാതെ പോയി ഒപ്പിട്ടു. അതിനെ പുറത്ത് എത്തിച്ചത് KC വേണുഗോപാലാണ്. അത് മാത്രമല്ല, ഇപ്പോ റീസെന്റ് ആയിട്ട് FRCA ആ ബില്ലിനെ, ആ ഭേദഗതിയെ എതിർത്തത് KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള MP-മാരാണ്. പക്ഷെ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ പറ്റിയ ആള് വന്നിട്ടുണ്ട്. ഇതെല്ലാം ജോർജ് PC ജോർജ് കൂടി പ്രസ്താവന ഇറക്കിയതായിട്ടില്ലേ ആ സഭയ്ക്കും ദീപിക പത്രത്തിനെതിരെ. എന്നിട്ട് ഷോണ് പറയുകയാണ്, ഞങ്ങൾ ഇതിനെ എതിർക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അമിത്ഷാ വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും, എന്ത് പറയും അങ്ങേരോടൊന്നും ഉള്ള രീതിയിലാണ് എന്ന ഒരു രീതിയിലാണ് അദ്ദേഹം ഷോണ് പറയുന്നത്. അതെ, ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഏകദേശം ചിത്രങ്ങൾ തെളിഞ്ഞിരിക്കുന്നു. ചിത്രം പൂർണ്ണമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ജനങ്ങളുടെ ഇടയിലാണെങ്കിലും നേതാക്കളുടെ ഇടയിലാണെങ്കിലും ഉള്ള ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല. ഇടത് സൈബർ ഇടങ്ങൾക്കുള്ള അല്ലെങ്കിൽ ഇടതിനുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ കുറവ് എന്ന് പറയുന്ന ചെറുതൊന്നുമല്ല. എന്തു തന്നെയായാലും മുഖ്യമന്ത്രിയാകാൻ KC വേണുഗോപാലിനുള്ള സാധ്യത ഇപ്പോൾ കൂടി വരികയാണ്. അപ്പൊ അതിന്റെ അടുത്ത ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ത് എന്നുള്ളത് പിന്നീടുള്ള കാര്യമാണ്. ഇപ്പോൾ ഭരണം ഏറെക്കുറെ ഉറപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ കേന്ദ്ര നേതാക്കളെല്ലാം കേരളത്തിലെത്തുകയും ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ഇനി പ്രൊസീഡ് ചെയ്യും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും ഇടത് കോട്ടകളും അതുപോലെ തന്നെ UDF കോട്ടകളും എല്ലാം ഉറപ്പിച്ചിരിക്കുന്നു. ഭരണം കിട്ടും എന്നുള്ളത് തന്നെയാണ്.